എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ കുഞ്ഞിലേ മുതൽ ഒരുമിച്ച് നടന്നതും കളിച്ചതും ഒക്കെയാണ്. ഒരുപാട് കാര്യങ്ങളും സ്വപ്നങ്ങളും ഈ കാണുന്നതൊന്നുമല്ല. ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, കുസൃതി ഒരുപാടുണ്ട്. പക്ഷെ അതിനെല്ലാം എല്ലാവരും ആസ്വദിച്ചിട്ടേ ഉള്ളൂ. മുഴുമിക്കാനാകാത്ത ഈ വാക്കുകളിലുണ്ട് കിഴക്കേ തെരുവുകാർക്ക് ഐസക് ജോർജ് ആരായിരുന്നുവെന്ന്. കൂട്ടുകാരെ കൂടപ്പിറപ്പുകളെ പോലെ ചേർത്തു പിടിച്ചവൻ. ഒരു മൊത്തത്തിൽ ഒരു പോസിറ്റീവാണ് പുള്ളി. ഒരു പ്രത്യേക എന്താ പറഞ്ഞാൽ എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യും. ഇപ്പം തന്നെ ഇതിൻ്റെ ടോപ്പ് നോക്കി അറിയാൻ കാണും, പുള്ളിയുടെ ആണ് മൊത്തം ഐഡിയ. ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്, അതിൻ്റെ സ്കില്ലും പാഷനുള്ളൊരു വ്യക്തിയാണ് ഐസക് എന്ന് പറയുന്നത്. നമുക്ക് ഐസക് എന്നേ നമ്മൾ വിളിക്കാറുള്ളൂ, കാരണം അച്ചാച്ചനാണ് ഞങ്ങളുടെ എല്ലാം. അയൽവാസികൾക്കും വേണ്ടപ്പെട്ടവൻ. ജോമോൻ ഞങ്ങൾക്കൊരിക്കലും മറക്കാവുന്ന വ്യക്തിയല്ല. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അവൻ്റെ സ്വഭാവത്തിലായാലും ഞങ്ങളോടുള്ള സഹകരണത്തിലായാലും അവനൊരു വെറൈറ്റി ആയിരുന്നു. ഇവിടെ ഈ കടകോട് ദേശത്ത് ജോമോൻ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തനായിരുന്നു. പ്രകൃതിയും സംഗീതവും ഫോട്ടോഗ്രാഫിയുമെല്ലാം ഐസക് ജോർജിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. വീടിന്റെ മുകൾ നിലയിലെ ഫോട്ടോ സ്റ്റുഡിയോ തന്നെ അതിന്റെ പരിച്ഛേദം. നല്ല ഭക്ഷണം ഇഷ്ടപ്പെട്ട ഐസക് തന്റെ നാട്ടുകാർക്കും അത് വിളമ്പാനാണ് കെട്ടിലും മട്ടിലും പുതുമ നിറച്ച കിഴക്കേ തെരുവ് പള്ളിമുക്കിൽ ബ്ലൂം എന്ന പേരിൽ റെസ്റ്റോറന്റ് ആരംഭിച്ചത്. അപകടത്തിന്റെ രൂപത്തിൽ വിധി ഐസക്കിന്റെ ജീവനെടുത്തതും ഇതിനു മുൻപിൽ തന്നെ. സെപ്റ്റംബർ 6 രാത്രി 8 മണിയോടെയായിരുന്നു ആ ദുരന്തം.